അസ്സലാമു അലൈക്കും അയ്യുഹത്തുല്ലാബ് മർഹബൻ ബിക്കും ഇലാ ഖനാത്തി. പ്രിയ കുട്ടികളെ, 3ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചു വന്നത്. അൻത സ്വാദിഖുൻ, നീ സത്യസന്ധനാണ് എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചത്. സിനാനി എന്ന സത്യസന്ധനായ കുട്ടിയെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ലൊമീറുകളായിട്ടുള്ള അൻത, അൻതി, അന എന്നിവയെക്കുറിച്ചും പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അദ്ദർസുസാനി, വഹ്ദത്തുൽ ഊല 1ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. ഇസ്മുദ്ദർസ്, പാഠത്തിന്റെ പേരെന്താണ്? ജസാ ഉസ്സിദ്ഖി. ജസാ ഉസ്സിദ്ഖി. ജസാ ഉൻ എന്ന് പറഞ്ഞാൽ പ്രതിഫലം, സിദ്ഖ് എന്ന് പറഞ്ഞാൽ സത്യസന്ധത, സത്യസന്ധതയുടെ പ്രതിഫലം. നമുക്ക് ആദ്യം ഇതൊന്ന് വായിച്ചു നോക്കാം. കാന ഫീ ഖറിയത്തിൻ മുസാരിഉൻ ഇഷ്തറ മസ്റഅതൻ ബിമിഅതി ദീനാരിൻ വബദഅ യസ്റഉ ഫവജദ ഉൽബതൻ ഫീഹാ നുകൂദുൻ ദഹബിയ്യത്തുൻ അഅതൽ മുസാരിഉ അന്നുകൂദ ലിസ്വാഹിബിൽ മസ്റഅതി സാബിഖി തഅജ്ജബ മിൻ സിദ്ഖിൽ മുസാരിഇ വ അമാനതിഹി വറദ്ദൻ നുകൂദ ഇലൈഹി. നമുക്കിതിന്റെ അർത്ഥം നോക്കാം. കാന ഫീ ഖറിയത്തിൻ, ഒരു ഗ്രാമത്തിൽ ഉണ്ടായിരുന്നു. മുസാരിഉൻ, ഒരു കർഷകനുണ്ടായിരുന്നു. ഇഷ്തറ, അവൻ വാങ്ങി. മസ്റഅതൻ, ഒരു കൃഷിയിടം അവൻ വാങ്ങി. ബിമിഅതി ദീനാരിൻ, എത്ര ദീനാറിനാണ്? 100 ദീനാറിന്. മിഅത്ത് 100. ബിമിഅത്തി ദീനാരിൻ, 100 ദീനാറിന് കൃഷിയിടം അദ്ദേഹം വാങ്ങി. വബദഅ, അവൻ ആരംഭിക്കുകയും ചെയ്തു. യസ്റഉ, കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഫവജദ, അപ്പോൾ അവൻ കണ്ടെത്തി. ഉൽബതൻ, ഒരു ബോക്സ്. ഫീഹാ, അതിലുണ്ട്. നുകൂദുൻ, നാണയങ്ങൾ. ദഹബിയ, സ്വർണ നാണയങ്ങൾ അതിൽ അവൻ കണ്ടെത്തി. അഅ്ത, നൽകി. അൽ മുസാരിഉ, ആ കൃഷിക്കാരൻ നൽകി. അന്നുകൂദ, ആ നാണയങ്ങളെ ആർക്കാണ് കൊടുത്തത്? ലിസ്വാഹിബിൽ മസ്റഅതി, സ്വാഹിബ് ഉടമക്ക്. അൽ മസ്റഅതി, ആ കൃഷിയിടത്തിന്റെ ഉടമ. അസ്സാബിഖി, മുൻപുണ്ടായിരുന്ന ആ കൃഷിയിടത്തിന്റെ ഉടമക്കാണ് ആ നാണയങ്ങള് ആ കർഷകൻ കൊടുത്തത്. ഫതഅജ്ജബ, അപ്പോൾ അത്ഭുതപ്പെട്ടു. ആ ആദ്യത്തെ കർഷകൻ അത്ഭുതമായി. മിൻ സിദ്ഖി, സത്യസന്ധത കാരണം. അൽ മുസാരിഇ, ഇപ്പോൾ ആ വാങ്ങിയ കർഷകന്റെ ആ സത്യസന്ധത കണ്ടപ്പോൾ അത്ഭുതം തോന്നി. ആ മുൻപത്തെ കർഷകൻ അത്ഭുതമായി. വ അമാനതിഹി, അവന്റെ വിശ്വസ്തതയും സത്യസന്ധതയും ഒക്കെ കണ്ടപ്പോൾ അത്ഭുതമായപ്പോൾ വറദ്ദൻ നുകൂദ ഇലൈഹി, റദ്ദ, തിരിച്ചു കൊടുത്തു. നുകൂദ ഇലൈഹി, അവനിലേക്ക് തന്നെ ആ നാണയങ്ങള് അദ്ദേഹം തിരിച്ചു നൽകി. അങ്ങനെ സത്യസന്ധത കാണിച്ചപ്പോൾ ഈ വാങ്ങിയ കർഷകന് എന്ത് കിട്ടി? അതിന്റെ പ്രതിഫലമായിട്ട് ആ നാണയങ്ങൾ തന്നെ തിരിച്ചു കിട്ടി. നമ്മളെല്ലാവരും സത്യസന്ധരായിരിക്കണം. മറ്റുള്ളവരുടെ വസ്തുക്കൾ അവരുടെ അനുവാദം കൂടാതെ എടുക്കാൻ പാടില്ല. അങ്ങനെ നമുക്ക് വല്ലതും കളഞ്ഞു കിട്ടിയാൽ അതിന്റെ ഉടമക്ക് നമ്മൾ തിരിച്ചു നൽകണം. അതാണ് നബി നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള മാതൃക. അത് നമ്മൾ പിൻപറ്റണം. ഇനി നമുക്ക് പേജ് നമ്പർ 15 എന്താണെന്ന് നോക്കാം. നഖ്റഉ, നമുക്ക് വായിക്കാം. വനഫ്ഹമു, നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം. മാദാ തറൗന ഫിസ്സൂറ, എന്താണ് നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്നത്? മാദാ ഫഹിംതും മിൻ ഹാദിഹി സൂറ, ഈ ചിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? നോക്കൂ, 10 രൂപയുടെ ഒരു നോട്ട് കാണുന്നുണ്ട്. 10 എന്താണ് അറബിയിൽ പറയാ? അശറ. 20ന്റെ നോട്ട് കാണുന്നുണ്ട്. ഇശ്റൂൻ എന്ന് താഴെ കൊടുത്തിട്ടുണ്ട്. 20ന് അറബിയിൽ എന്താ പറയാ? ഇശ്റൂൻ. അശറ 10, ഇശ്റൂൻ 20. ഇനി 50 രൂപയുടെ നോട്ടും കാണുന്നുണ്ട്. 50ന് ഹംസൂൻ. ഹംസൂൻ. 100ന്റെ നോട്ടും കാണുന്നുണ്ട്. 100ന് എന്താണ് പറയുക? മിഅ.
ഇനി നമ്മൾ എണ്ണമാണ് പഠിക്കാൻ പോകുന്നത് 10 മുതൽ 100 വരെ. 10നെ അഷറ എന്നാണ് പറയാം. അഷറ 10, അത് അക്കത്തിലും അതുപോലെ തന്നെ അക്ഷരത്തിലും കൊടുത്തിട്ടുണ്ട്. രണ്ടും പഠിക്കണം, എക്സാമിന് വരുന്നതാണ്. നോക്കൂ, അഷറ 10, ഇശ്റൂൻ 20, സലാസൂൻ 30, അർബഊൻ 40, ഖംസൂൻ 50, സിത്തൂൻ 60, സബഊൻ 70, സമാനൂൻ 80, തിസ്ഊൻ 90. 100ന് എന്താണ് പറയുക? മിഅ. ഒന്നുകൂടെ നമുക്ക് വായിക്കാം. അഷറ 10, ഇശ്റൂൻ 20, സലാസൂൻ 30, അർബഊൻ 40, ഖംസൂൻ 50, സിത്തൂൻ 60, സബഊൻ 70, സമാനൂൻ 80, തിസ്ഊൻ 90, മിഅ 100. ഇനി നമുക്ക് അടുത്ത പേജിൽ എന്താണെന്ന് നോക്കാം. പേജ് നമ്പർ 16 എന്താണെന്ന് നോക്കൂ. നിസ്ലു നമുക്ക് ചേർക്കാം. ബിറക്മി നമ്പറുകളെ ചേർക്കണം. അൽ മുനാസിബി യോജിച്ചവയുമായിട്ട് ഇവിടെ കൊടുത്ത സ്റ്റാറിൽ കൊടുത്ത നമ്പറുകളെ ചേർക്കണം. അക്ഷരത്തിനോട് ഇതിൽ ഏതാണോ യോജിച്ച് വരുന്നത് അത് ചേർത്ത് കൊടുക്കണം. വനക്തുബു നമുക്ക് എഴുതുകയും ചെയ്യാം. ഇവിടെ അക്കത്തില് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിന് അറബിയിൽ എന്താണോ പറയുന്നത് അത് അതിൻ്റെ നേരെ നിങ്ങൾ ചേർത്ത് കൊടുക്കാനാണ് പറയുന്നത്. എന്നിട്ട് വേണം താഴെ കൊടുത്തിരിക്കുന്ന ചാർട്ടിൽ നിങ്ങൾക്ക് അത് ഓർഡറിൽ എഴുതാനുണ്ട്, അക്ഷരത്തിൽ എഴുതാനുണ്ട്. നോക്കൂ, ഇവിടെ സ്റ്റാറിൽ 20 എന്ന അക്കത്തെ ഇശ്റൂൻ 20 എന്ന അക്ഷരത്തിലേക്ക് ചേർത്തിട്ടുണ്ട്. അതുപോലെ ബാക്കിയുള്ള നമ്പേഴ്സിന് എന്താണോ അറബിയിൽ പറയുക അത് അതിൻ്റെ നേരെ വരക്കണം. അഷറ 10, 10ന് എന്താണ് പറയുക? അഷറ 10ന്റെ നേരെ വരക്കുക. 100ന് മിഅയുടെ നേരെ വരക്കുക. 70 കൊടുത്തിരിക്കുന്നു, 70ന് സബഊൻ അതിന്റെ നേരെ വരക്കുക. 80ന് സമാനൂൻ അതിന്റെ നേരെ വരക്കുക. 90ന് അവിടെ വരച്ചിട്ടുണ്ട്. 60ന് നമ്മൾ പറയുന്നത് സിത്തൂൻ, സിത്തൂനിന്റെ നേരെ വരക്കുക. 20ന് ഇശ്റൂൻ, 40ന് അർബഊൻ അതിന്റെ നേരെ വരക്കണം. 30ന് സലാസൂൻ, സലാസൂൻ അതിന്റെ നേരെ വരക്കുക. 50ന് എന്താണ് പറയുക? ഖംസൂൻ, ഖംസൂനിന്റെ നേരെ വരക്കണം. അതിനുശേഷം ചാർട്ടിൽ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ താഴെ നിങ്ങൾ ആ അക്കത്തിന്റെ അക്ഷരത്തില് അതിന്റെ നേരെ താഴെ എഴുതണം. 10ന് അഷറ, 20ന് ഇശ്റൂൻ, 30ന് സലാസൂൻ, 40ന് അർബഊൻ, 50ന് ഖംസൂൻ, 60ന് സിത്തൂൻ, 70ന് സബഊൻ, 80ന് സമാനൂൻ, 90ന് തിസ്ഊൻ, 100ന് മിഅ. ഇത് നിങ്ങൾ അക്ഷരത്തിലും അക്കത്തിലും എഴുതി പഠിക്കണം. ഇനി നമുക്ക് പേജ് നമ്പർ 17 എന്താണെന്ന് നോക്കാം. നുഷാഹിദു നമുക്ക് കാണാം, വാച്ച് ചെയ്യാം. വനുഅബ്ബിറു നമുക്ക് പറയുകയും ചെയ്യാം. വനംല ഉൽ ഫറാ, വനംല ഓ നമുക്ക് നിറക്കുകയും ചെയ്യാം. ഫറാ, ഫറാ എന്ന് പറഞ്ഞാൽ വിട്ട ഭാഗം ഫില്ല് ചെയ്യുകയും ചെയ്യാം. ഇവിടെ ഏതാനും പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ചിത്രം നോക്കാം. എന്താണ് കാണുന്നത് നോക്കൂ. ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് കാണുന്നത്? മാതാ തറൗന ഫിസൂറ, എന്താണ് കാണുന്നത്? മാതാ ഫഹിംതും മിൻ ഹാദിഹി സൂറ, ഈ ചിത്രത്തിൽ എന്തൊക്കെയുള്ളത് നോക്കൂ. ഷജറത്തുൻ, ഒരു മരം കാണുന്നുണ്ട്. വലതുൻ, ഒരു കുട്ടിയെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ സിൻജാബ്, അണ്ണാനിനെ കാണാം. അതുപോലെ എന്താണ് കാണുന്നത്? ബുസ്താനുൻ ജമീല, ഭംഗിയുള്ള ഒരു പൂന്തോട്ടം കാണാം. മാഞ്ച, മാങ്ങയെ കാണാം. വായിച്ചു നോക്കാം. വസ്വല നിയാസുൻ, നിയാസ് എന്ന കുട്ടി വസ്വല എന്ന് പറഞ്ഞാൽ എത്തിച്ചേർന്നു. ഇലൽ ബുസ്താനി, പൂന്തോട്ടത്തിലേക്ക്. വസ്വല നിയാസുൻ ഇലൽ ബുസ്താനി, പൂന്തോട്ടത്തിൽ നിയാസ് എത്തിച്ചേർന്നു. ഇനി പിക്ചർ നോക്കിയിട്ട് വേണം വിട്ട ഭാഗം ഫില്ല് ചെയ്യാൻ. ഡാഷ് മാഞ്ച
മിനശ്ശജറത്തി, മാഞ്ച എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാങ്ങ. മിനശ്ശജറത്തി, മരത്തിൽ നിന്ന് മാങ്ങ. അവിടെ ഡാഷ് ഇട്ടിരിക്കുകയാണ്. വീഴുക എന്നതിന് അറബിയിൽ നമ്മൾ എന്താണ് പഠിച്ചത്? സഖത്വ. സഖത്വ എന്ന വേടാണ് വരിക. സഖത്ത, വീണു. മാങ്ങ വീണത് അവൻ കാണുകയാണ്. അങ്ങനെ കണ്ടപ്പോൾ ഡേഷ് നിയാസുൻ അൽമാഞ്ച. അപ്പൊ എന്ത് ചെയ്തു? നിയാസ് മാങ്ങയെ എടുത്തു. എടുക്കുക എന്ന വേടിന് അറബിയിൽ എന്താണ് പറയുക? അഹദ. അഹദ. അഹദ എന്ന വേടാണ്. അതവിടെ ചേർത്ത് കൊടുക്കണം. എടുത്തതിന് ശേഷം അവൻ എന്താണ് നോക്കൂ, മാങ്ങ എടുത്തതിന് ശേഷം എന്താണ് ചെയ്തത് എന്ന് നോക്കൂ. ഡാഷ് യഅ്കുലു, അക്കല യഅ്കുലു എന്ന് പറഞ്ഞാൽ തിന്നുന്നു. സമിഅ, അപ്പോൾ അവൻ കേട്ടു. സൗത്തൻ, ഒരു ശബ്ദം. മിനശ്ശജറത്തി, മരത്തിൽ നിന്നും ഒരു സൗണ്ട്. അപ്പോൾ അവൻ കേട്ടു. അവിടെ വിട്ടുപോയിട്ടുണ്ട്. ഡാഷ് യഅ്കുലു, തിന്നാൻ തുടങ്ങിയപ്പോൾ, ആരംഭിച്ചപ്പോഴാണ് അവനൊരു സൗണ്ട് കേൾക്കുന്നത്. ഫുള്ള് തിന്നിട്ടില്ല, തിന്നാൻ വേണ്ടിയിട്ട് തുടങ്ങുന്ന സമയത്ത് അവൻ ആ മരത്തിൽ നിന്നൊരു സൗണ്ട് കേട്ടു. അപ്പോൾ ആരംഭിച്ചു. തുടങ്ങുക എന്ന് പറയുമ്പോൾ എന്താ പറയാ? ബദഅ. ലമ്മ ബദഅ യഅ്കുലു, തിന്നാൻ തുടങ്ങിയപ്പോൾ. ഫസമിഅ, അപ്പോൾ അവൻ കേട്ടു. സൗത്തൻ, ഒരു ശബ്ദം. മിനശ്ശജറത്തി, മരത്തിൽ നിന്നും. ഡേഷ് സിൻജാബൻ, സിൻജാബ് എന്ന് പറഞ്ഞാൽ അണ്ണാൻ. അണ്ണാനിനെ ഡാഷ്, അപ്പോൾ അവൻ കണ്ടു. അവന് അണ്ണാനിനെ കാണുന്ന ചിത്രമാണ് കാണുന്നത്. അപ്പോൾ എന്തെഴുതാം? കാണുക എന്നതിന് അറബിയിൽ റഅ, കണ്ടു. റഅ നിയാസു സിൻജാബൻ, സിൻജാബിനെ നിയാസ് കണ്ടു. റഅ, കണ്ടു. റഅ നിയാസു സിൻജാബൻ. എന്നിട്ട് അവൻ എന്താണ് ചെയ്യുന്നത് നോക്കൂ. സിൻജാബിനെ ആ മാങ്ങ കൊടുക്കുന്ന പിക്ചറാണ് നമ്മൾ കാണുന്നത്. ഡേഷ് നിയാസുൻ അൽമാഞ്ച ലിസിൻജാബി, നിയാസ് മാങ്ങ. ലിസിൻജാബി, സിൻജാബിന് നൽകി എന്ന വേടാണ് അവിടെ വരേണ്ടത്. അഅ്ത്വ, നൽകി. അഅ്ത്വ എന്ന വേട് അവിടെ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് അടുത്ത പേജിൽ എന്താണ് നോക്കൂ. നഖ്റഉ, നമുക്ക് വായിക്കാം. വനക്തുബു, നമുക്ക് എഴുതുകയും ചെയ്യാം. ബിൽ ഖത്തിൽ ജമീൽ, ഭംഗിയുള്ള അക്ഷരത്തില് നന്നായിട്ട് നമുക്ക് ഈ സെന്റൻസിനെ എഴുതുകയും ചെയ്യാം. ഇവിടെ കൊടുത്തിരിക്കുന്ന സെന്റൻസ് നോക്കൂ. റജുലുൻ സ്വാദിഖുൻ, സത്യസന്ധനായ പുരുഷൻ. അൻതി, നീ. റാക്കിസ്വ, റാക്കിസത്തുൻ, നൃത്തം ചെയ്യുന്നവളാണ്. 2 സെന്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. ലൈനിൽ താഴെ വരുന്നതും മുകളിൽ വരുന്നതൊക്കെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ എഴുതണം. നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കാനാണ് ഈ പ്രവർത്തനം കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ ഫസ്റ്റ് താഴെ നിന്നാണ് എഴുതി വരേണ്ടത്. ഫസ്റ്റ് നമ്പർ കണ്ടില്ലേ, താഴെയാണ് 1 കൊടുത്തിരിക്കുന്നത്. അങ്ങനെ 7 വരെ ലൈനുകളിൽ നല്ല വൃത്തിയായിട്ട് നിങ്ങൾ എഴുതി പഠിക്കണം. നമ്പേഴ്സ് നിങ്ങൾ കൃത്യമായിട്ട് 100 വരെ, 10 മുതൽ 100 വരെ പഠിക്കണം. അക്കത്തിലും അക്ഷരത്തിലും പഠിക്കണം. പിന്നെ ഏതാനും ഫിയലുകൾ, പ്രവർത്തനത്തിന്റെ വേടുകളായിട്ടുള്ള വസ്വല, എത്തിച്ചേർന്നു. സഖത്വ, വീണു. അഹദ, എടുത്തു. ബദഅ, ആരംഭിച്ചു. റഅ, കണ്ടു. അഅ്ത്വ, നൽകി. ഈ വേർഡുകൾ നിങ്ങൾ അർത്ഥസഹിതം പഠിക്കണം. പാഠം നിങ്ങൾ അർത്ഥസഹിതം വായിച്ചു പഠിക്കണം. ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. വബാക്കി അസ്സഫുൽ ഖാദിം. മഅസ്സലാമ. ശുക്രൻ ലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.